ഞാനൊരു യൂട്യൂബറാണ്. കൂടാതെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ പുതിയതായി വന്ന ഒരു മോഡറേറ്ററാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺസെൻറ്റിനെ പറ്റിയിട്ടാണ്. കൺസെൻറ്റ് അഥവാ സമ്മതം. ഈ ടോപ്പിക് എടുക്കാനുള്ള മെയിൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനെ ഒരു ലിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അവൾക്ക് അതിൻ്റെ കൂടെ ഉണ്ടായ പ്രശ്നങ്ങളും അതും കൂടി ഉൾക്കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തത്. പിന്നെ ഈ സ്കൂട്ടറിൽ ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി 24 വയസ്സും പയ്യൻ 14 വയസ്സും ആയിരുന്നു. ആ പെൺകുട്ടി അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ ഈ പെൺകുട്ടിയുടെ ഒരു സ്വകാര്യ ശരീരഭാഗത്ത് പിടിച്ചോട്ടെ എന്ന് ചോദിക്കുകയും അതിൽ ഷോക്കായാണ് ആ കുട്ടി ആ ഒരു വീഡിയോ ഉണ്ടാക്കിയത്, ആ പെൺകുട്ടി. അപ്പോൾ എനിക്ക് ആദ്യമേ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും, പിന്നെ ഞാനും ഇതുപോലെ ലിഫ്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. പല കുട്ടികൾക്കും ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ലിഫ്റ്റ് ചോദിക്കുന്നവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ബോയ്സ് എന്നോ ഗേൾസ് എന്നോ നോക്കാറില്ല. ഗേൾസ് പൊതുവെ കൈ കാണിക്കാറില്ല. ഞാൻ ഗേൾസ് യൂണിഫോം ഇട്ട പിള്ളേരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും ലിഫ്റ്റ് വേണമെന്നും. അതുപോലെ ബോയ്സ് ആണെങ്കിൽ കൈ കാണിക്കും, ഞാൻ നിർത്താറുണ്ട്, ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. അവർ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, എനിക്കത് ഇഷ്ടവുമാണ്. പക്ഷേ ഞാൻ അവർക്ക് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് ആരെങ്കിലും എനിക്കൊരു ലിഫ്റ്റ് തന്നിരുന്നെങ്കിൽ ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ ലാഭിക്കാമായിരുന്നു, അത് വെച്ചിട്ട് മുട്ടായി വാങ്ങാമല്ലോ, അങ്ങനത്തെ ഉള്ള ഒരു ചിന്തയിലായിരിക്കും ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു പയ്യനിൽ നിന്ന് ഞാൻ കേൾക്കുവാണ്, ഞാൻ ചേച്ചി പിടിച്ചോട്ടെ, അവിടെ പിടിച്ചോട്ടെ എന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ പോലെ അല്ലെങ്കിൽ അതിലും അപ്പുറമായി എനിക്കും ഷോക്കായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ആ ടോപ്പിക്ക് നമുക്ക് കൂടുതൽ കടക്കുന്നതിന് മുന്നേ, അതിൽ ആരുടെയാണ് ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ അത് കടക്കുന്നതിന് മുന്നേ നമുക്ക് കൺസെൻറ്റ് എന്താണെന്ന് സംസാരിക്കാം. ഇപ്പോൾ ഈ കൺസെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ സമ്മതം. ഇപ്പം ഈ കൺസെൻറ്റ് ഇപ്പോൾ ഏതൊരു 2 വ്യക്തികൾ തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോർമൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു മാരേജ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് 2 വ്യക്തികൾ തമ്മിൽ ഒരു സമ്മതത്തോടു കൂടി ചെയ്യേണ്ടുന്നതാണ്. അത് സമ്മതത്തോടു കൂടി മാത്രം ചെയ്യേണ്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൺസെൻറ്റ് ചെയ്യാൻ ഒരാൾക്കുള്ള എലിജിബിലിറ്റീസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കപ്പാസിറ്റിയും ചില ഫ്രീഡവും ഉള്ളവർക്ക് മാത്രമേ ഈ കൺസെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ ഉണ്ടാവത്തുള്ളൂ. പവർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു മെൻ്റലി സിക്കായിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. ഈ ഒരു മെൻ്റലി സിക്കായിട്ടുള്ള ഒരാൾക്ക് ഈ കൺസെൻറ്റ് കൊടുക്കാനോ വാങ്ങാനോ ഉള്ള പവറില്ല. അത് അയാളുടെ മെൻ്റൽ എബിലിറ്റിയുടെ കുറവ് കൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ അടുത്തത്, ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് യൂസ് ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ അതൊരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഇതിലുള്ള ആൾക്കാർ കൺസെൻറ്റ് ചെയ്യാനുള്ള ബോധം അവർക്ക് അപ്പോൾ ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരാൾക്കും കൺസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സമ്മതം പറയാനുള്ള ഒരു എബിലിറ്റി അവിടെ ഇല്ല. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ, ആൾ 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ, 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് സ്വന്തമായി ഡിസിഷൻസ് എടുക്കാനോ ആക്ടിവിറ്റീസ് ചെയ്യാനോ ഉള്ള ബോധം വന്നിട്ടില്ല, അല്ലെങ്കിൽ പക്വത വന്നിട്ടില്ല എന്നാണ് ഈ ലോകം മുഴുവൻ കണക്കാക്കുന്നത്. സോ 18 വയസ്സ് താഴെയുള്ള കുട്ടി. പിന്നെ അത് കൂടാതെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒരു പ്രഷർ ചെയ്യാതെ, ഇപ്പോൾ ഒരാളെ പ്രഷർ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത്, അയാൾ പിന്നെ സമ്മതം പറയുന്നത്, അത് സമ്മതമല്ല, അത് ആ പ്രഷറിൻ്റെ റിസൾട്ടാണ്, അയാളുടെ സമ്മതമല്ല അത്. അങ്ങനെ പിന്നെ ഒന്നെന്ന് പറഞ്ഞത് അൺകോൺഷ്യസ്. ഒരാൾ അൺകോൺഷ്യസ് ആണെങ്കിൽ അയാൾ കൺസെൻറ്റ് ചെയ്യുന്നില്ല, അത് അയാൾ അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പം മാരേജിലാണെങ്കിൽ പോലും, പല സെക്ഷൽ റിലേഷൻഷിപ്പ് മാരേജിലാണെങ്കിൽ പോലും കൺസെൻറ്റ് ഇല്ലാതെ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ചോദിക്കുന്നു, എനിക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ താല്പര്യത്തിന് ചെല്ലുമ്പോൾ ആ സ്ത്രീ പറയുന്നു, അല്ലെങ്കിൽ ആ പുരുഷൻ പറയുന്നു, ഞാൻ വളരെ ടയേർഡാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഇപ്പം ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് ഇപ്പം മൂഡില്ല, നോ വേണ്ട സ്റ്റോപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് കേൾക്കുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് കൺസെൻറ്റ് തരുന്നില്ല. അപ്പോൾ അതിനെ കൺസെൻറ്റ് ഇല്ലാതെ നിങ്ങൾ പ്രഷറൈസ് ചെയ്ത് കിട്ടുന്ന സമ്മതം അത് അവരുടെ കൺസെൻറ്റ് അല്ല. അപ്പോൾ ഈ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കണമെന്ന് കരുതിയത്. അപ്പോൾ കൺസെൻറ്റ് എന്താണ് എന്ന് ഏകദേശം ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ വേറൊരു വീഡിയോ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ വേണമെങ്കിൽ നോക്കാം. അത് വളരെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് ഉണ്ടാക്കിയത്, അഡൾട്ടിനോട് സംസാരിക്കുന്ന രീതിയിലല്ല. ഒരു കുട്ടിക്ക് ഒരു ചായ വെച്ചിട്ട്, അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു കുട്ടിയോട് എങ്ങനെ കൺസെൻറ്റ് പഠിപ്പിക്കാമെന്നുള്ളത്. ഇപ്പം അതിനകത്തിപ്പോൾ ഒരാളോട് ചായ ഓഫർ ചെയ്യും. ഇപ്പം ഞാൻ ഇരിക്കുന്നു, ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നു, നിനക്ക് ചായ വേണോ? അപ്പം എനിക്ക് കൺസെൻറ്റ് കൊടുക്കണം. അപ്പം ചായ എന്നുള്ളത് നിങ്ങൾ സെക്സ് ആയിട്ടോ എന്തായിട്ടോ കണക്കാക്കാം. നിനക്ക് ചായ വേണോ? അപ്പം ഞാൻ പറയുന്നു, എനിക്ക് വേണം, ചായ വേണം എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് കൺസെൻറ്റാണ്.
പക്ഷെ കുട്ടികൾക്ക് കൺസെൻറ്റ്, ഞാൻ വീണ്ടും പറയുന്നു, കുട്ടികൾക്ക് കൺസെൻറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല. കാരണം ദേ ആർ വെരി യങ്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസെൻ്റ് ആണ്. ഇനിയിപ്പോൾ ഒരാൾ ചായ വേണോ എന്ന് ചോദിക്കുന്നു, അപ്പോൾ ഞാൻ പറയുന്നു വേണം. പക്ഷേ ചായ ഇട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറയുന്നു വേണ്ട. അപ്പോൾ ആദ്യം ഞാൻ വേണം എന്ന് പറഞ്ഞു, പക്ഷേ ചായ കൊണ്ട് ഇട്ട് ഗ്ലാസ്സിലാക്കി കൊണ്ട് വരുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് നിങ്ങളെ അനോയ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൾ വേണ്ട എന്ന് പറയുന്നോ എന്നുള്ളൊരു ചിന്ത, അത് നിങ്ങളെ ദേഷ്യം വരുത്താം. പക്ഷേ അത് ഒരാളുടെ ചോയ്സാണ്. ഇപ്പോൾ നമുക്ക് ഒരാൾ ഒരു ചായ വേണം എന്ന് പിന്നേരത്തെ തോന്നിയെന്ന് കരുതി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചായ വേണ്ട എന്ന് തോന്നുന്നത് വളരെ നാച്ചുറലാണ്. അപ്പോൾ അത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ഒരാൾ ചായ വേണമെന്ന് ചോദിക്കുന്നു, വേണ്ട എന്ന് പറയുന്നു. വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ നിർബന്ധിക്കേണ്ട കാര്യമില്ല, ചായ വേണ്ട. ഇനി അടുത്തത്, ഇനി ഒരാൾ പറയുന്നു ചായ ചായ വേണോ എന്ന് ചോദിക്കുന്നു, ആൾ വേണമെന്ന് പറയുന്നു. വേണമെന്ന് പറഞ്ഞതിന് ശേഷം ആൾ അബോധാവസ്ഥയിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ചായ കൊണ്ട് വന്നു കഴിയുമ്പോൾ ആൾ അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾ ചായ കുടിക്കാറില്ല, അയാൾക്ക് ചായ വേണ്ട. ഇനി ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ ആളിന് ബോധം ഉണ്ടായിരുന്നു, പിന്നെയാണ് ബോധം പോയത്. ഓക്കെ, എപ്പോൾ ബോധം പോകുന്നോ അന്നേരം തൊട്ട് അയാൾ ചായ കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ബോധമില്ലാത്ത ഒരാൾക്ക് ചായ കുടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി ഒരു കേസ്, ഒരാൾ കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങളോടൊപ്പം ഇരുന്ന് ചായ കുടിച്ചു, നിങ്ങളിട്ട ചായ അവർ കുടിച്ചു എന്ന് കരുതി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും എല്ലാ ദിവസവും നിങ്ങൾ കഴിഞ്ഞ ദിവസം ചായ കുടിച്ചല്ലേ, ഇപ്പം എന്താ ചായ കുടിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ വരുന്നത്, ബോധമില്ലാത്ത ഒരാൾ ചായ കുടിക്കത്തേയില്ല, ആളുടെ തലവഴിയെ ചായ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് തന്നെയാണ് കോൺസെൻറ്റ്. ഈ ചായ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചായ വെച്ച് അതുപോലെ തന്നെയാണ്. ചായയുടെ സിമ്പിളായിട്ടുള്ള ചായ കാര്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരാളുടെ പ്രൈവറ്റ് ബോഡിയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന പല കാര്യങ്ങളും. അത് സെക്സ് മാത്രമല്ല, അത് റിലേഷൻഷിപ്പ് ആയാലും. ഇപ്പം നമ്മുടെ നാട്ടിലെ പല മാരേജസും കൺസെൻറ്റോട് കൂടി പോലും അല്ല, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോലും അല്ല നടത്തുന്നത്. അപ്പം ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് സമ്മതം, എല്ലാത്തിനും ഒരു സമ്മതം വേണം. സമ്മതമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ ഉള്ള അവകാശമില്ല. പിന്നെ കൺസെൻറ്റ് ചെയ്യാനുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൺസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 കപ്പാസിറ്റിയും ഫ്രീഡവും വേണം. ഒന്ന് മെൻ്റൽ സ്റ്റെബിലിറ്റി, പിന്നെ ആൽക്കഹോളിനോ ഡ്രഗ്സിനോ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കരുത് കൺസെൻറ്റ് തരുന്നത്. പിന്നെ 18 വയസ്സ് താഴെയാകാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 18 വയസ്സ് താഴെയാകാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കുട്ടി കൺസെൻറ്റ് പറഞ്ഞാലും അതിന് വാല്യൂ ഇല്ല. പിന്നെ അടുത്തത് വിത്തൗട്ട് പ്രഷറോട് കൂടി ചെയ്യേണ്ടതല്ല കൺസെൻറ്റ്. പിന്നെ അൺകോൺഷ്യസ്. ഇത് ഇത്രയും 5 കാര്യങ്ങൾ കൺസെൻറ്റ്, ഇത്രയും 5 കാര്യങ്ങളിൽ ഉൾപ്പെടാത്തവർ കൺസെൻറ്റ് തന്നാലും അതിനെ കൺസെൻറ്റായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ ഈ കുട്ടിയുടെ കാര്യം, ഈ ഒരു പെൺകുട്ടിയും ഈ പയ്യൻ്റെ കാര്യവും ഇതിലൂടെ തിരിച്ചു വരാം നമുക്ക്. ഇപ്പം ഇതിനകത്ത് ഈ പയ്യൻ അതിൻ്റെ കപ്പാസിറ്റി, ഈ പയ്യനാണ് ചോദിക്കുന്നത്. ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. തൽക്കാലം അതൊരു 2 രീതിയിൽ നോക്കാം. അതിനെ ഒന്ന് സെക്ഷൽ ആയിട്ട് നോക്കാം, അല്ലെങ്കിൽ അതിനെ പ്രൈവസി ആയിട്ട് തോന്നാം. എനിക്ക് ഇത് രണ്ടുമായിട്ട് നോക്കാൻ തോന്നുന്നു. ഇപ്പം അത് പ്രൈവസി ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ പ്രൈവറ്റായ ഒരു ബോഡി പാർട്ടാണ് അവളുടെ ശരീരം എന്ന് പറയുന്നത്. ആ ശരീരം കൊണ്ട് അവൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവളുടെ മാത്രം ആഗ്രഹമാണ്. അപ്പം പുറത്തുനിന്നുള്ള ഒരാൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ പ്രൈവറ്റ് ഏരിയയിൽ തന്നെ സമ്മതം ചോദിച്ചിട്ട് എൻ്റെ റൂമിലോട്ട് എൻ്റർ ചെയ്യാതിരിക്കാം. അത് എൻ്റെ കുടുംബക്കാർ എൻ്റെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ, എന്ന് വെച്ചാൽ എൻ്റെ വളരെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിന് എൻ്റെ റൂമിൽ കയറണമെങ്കിൽ അവർക്ക് പെർമിഷൻ ചോദിച്ചിട്ട് കയറാം. അതുപോലെയല്ല, ഞാൻ റോഡിലൂടെ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തു, അപ്പോൾ അയാൾ വന്നിട്ട് ഞാൻ എന്തായാലും നീ എനിക്ക് ലിഫ്റ്റ് തന്നല്ല, ഞാൻ നിൻ്റെ റൂമിലൊന്ന് കയറിക്കോട്ടെ എന്ന് പറയാൻ, അപ്പം അതൊരു ആരോട് എന്തൊക്കെ പറയാം എന്നുള്ളത് അവിടെ ഒരു സംഭവമുണ്ട്. ഇപ്പം ഈ ചെറിയ കുട്ടിക്ക് അത് അറിയാത്തത് അവനെ വളർത്തിക്കൊണ്ടുവന്ന സൊസൈറ്റി. പാരൻസിനെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല, സ്കൂളിലെ മാത്രം കുറ്റം പറയത്തില്ല, നമ്മുടെ സമൂഹം. അവൻ കാണുന്നത്, അവൻ വീട്ടിൽ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ സംസാരിക്കുന്നുണ്ടാവുന്നില്ല, അവൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവുന്നില്ല. കാരണം നമ്മളെ സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളിലോ വീട്ടിലോ ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യകത ആരും മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മുടെ അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സമൂഹം മനസ്സിലാക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെപ്പറ്റി കുട്ടികളോട് സംസാരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇവൻ ഇങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ പറയാനുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. കാരണം നമ്മൾ വേണ്ടുന്ന ഇൻപുട്ട് ആ കുട്ടിക്ക് കൊടുത്തല്ല വളർത്തിയത്. അതുകൊണ്ട് അവൻ മോശമായ ഇൻപുട്ട് പലയിടത്തുനിന്ന് പഠിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. ഇനി അവൻ കൺസെൻറ്റ് ചോദിച്ചില്ല, യെസ് അവൻ കൺസെൻറ്റ് ചോദിച്ചു. അവൻ വളരെ ബെറ്റർ ദാൻ മെനി അതർ ബോയ്സ്. നമ്മൾ ഈ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത ഏതൊരു പെൺകുട്ടിയോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെക്ഷൽ
ടച്ച് കൺസേൺ ഇല്ലാതെ അനുഭവിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത്, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടി അവരെക്കാട്ടി വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പയ്യനാണ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ എങ്കിൽ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ സമൂഹം അവനെ അങ്ങനെയാക്കി അവനെ ബെറ്റർ ആക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ചെയ്യണം, സെക്ഷൽ എഡ്യൂക്കേഷൻ ചേഞ്ച് ചെയ്യണം, പാരൻസ് എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ സോഷ്യൽ പ്രോബ്ലംസിനെ പറ്റി വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെയുള്ള ഓരോ ന്യൂസുകളൊക്കെ പത്രത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പാരൻസ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊന്നും നമ്മളോട് സംസാരിക്കത്തേ ഇല്ല. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ടോപ്പിക്ക് വരുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ സംസാരിക്കണം. സെക്ഷുവലൈസ് ചെയ്ത് സംസാരിക്കണം എന്നല്ല, അതിന് ഇത് തെറ്റായ ആക്ടിവിറ്റിയാണ്, ഇങ്ങനെ ഒരാളോട് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു നന്നായി റേസ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇത് പാരൻസിന്റെ മാത്രമോ ടീച്ചേഴ്സിന്റെ മാത്രമോ കുറ്റമല്ല, നമ്മുടെ എല്ലാവരുടെയും കുറ്റമാണ്. നമ്മൾ എല്ലാവരും കൂടി ഓരോ കുട്ടികളെയും ഇങ്ങനെ വളർത്തുമ്പോഴാണ് നല്ലൊരു സമൂഹം ഉണ്ടാവുന്നത്. പിന്നെന്താണ് കൺസെന്റ്. ഞാൻ പറഞ്ഞു ഈ ഒരു ടോപ്പിക്കിനെ ഞാൻ കൺസെന്റിന്റെ ഭാഗത്തു നിന്നും പ്രൈവസിയുടെ ഭാഗത്തു നിന്നും നോക്കണമെന്ന്. അപ്പോൾ പ്രൈവസി ഞാൻ എൻ്റെ റൂമായിട്ട് കമ്പയർ ചെയ്തു. ഇനി കൺസെന്റിന്റെ ഭാഗത്തിൽ വളരെ ക്ലിയർ ആണ്. കുട്ടി 18 വയസ്സായിട്ടുള്ള കുട്ടിയല്ല. 18 വയസ്സാവാത്തൊരു കുട്ടി ഇതിനെ നോക്കി ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം 18 വയസ്സാവാത്ത കുട്ടി സെക്ഷൽ ആയിട്ടുള്ളൊരു അഡൾട്ടിനോട് ചോദിക്കുക എന്നുള്ളത് അവന്റെ അറിവില്ല, അവന്റെ സൊസൈറ്റിയിൽ നിന്ന് അവ എങ്ങനെയായി, ഓക്കെ. പക്ഷെ അവൾക്ക് യെസ്സോ നോയോ പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നവർക്ക്, നോ, ഷീ cannot say yes to a child. He is a child. There is no yes. The only answer is no. The only answer is no. നോ മാത്രമേ ആ കുട്ടിക്ക് പറയാൻ പാടുള്ളൂ. അപ്പോൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹി ഈസ് അണ്ടർ 18. ദ ആൻസർ ഈസ് ഓൾവേസ് നോ. ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. ഇനി ആരെങ്കിലൊക്കെ കമൻസ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നോക്കാമെന്ന് കരുതട്ടെ. ഹായ് വന്നു, കേൾക്കാൻ പറഞ്ഞു, ഓക്കെ. കമൻസ് ഒന്നും വന്നില്ല അല്ലേ? കമൻസ് വന്നാൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വിചാരിച്ചതാ. കുറച്ച് പതുക്കി പറയോ, ഫാസ്റ്റ് കൂടുതലാണ്. ആക്ച്വലി ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ ഇങ്ങനെ കുറച്ച് സ്പീഡാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും കാര്യമേ സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും കമൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യാം. ഫാസ്റ്റ് ആണെന്നല്ലേ? നീ സ്ലോ ആണ്. അപ്പോൾ എൻ്റെ സ്പീഡ് വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ കൺസെന്റിനെ പറ്റിയിട്ട് ഈ ചായയുടെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വേറെ ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വീഡിയോ. അപ്പോൾ ഞാൻ ഈ തുടക്കം മുതൽ കാണാത്തവരെ വീണ്ടും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഈ ഗ്രൂപ്പിൽ പുതിയതായിട്ട് വന്ന ഒരു മോഡറേറ്ററാണ്. പിന്നെ എൻ്റെ പേര് ആൻസി നുസൈഫ. ആൻസി എ എന്നുള്ളത് ഷോർട്ട് ഫോമാണ്. നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഫാനായത്? അയ്യോ, ഞാൻ ഫാനാണോ? RMP റഷാദ്, മനസ്സിലായി. എന്നെ പ്രൈവറ്റിൽ കളിയാക്കുന്ന ആള് ഇവിടെ വന്നിട്ട് ഫാനൊക്കെ അല്ലേ. ഹായ് ബ്രോ. ടോണി ഹായ്. എബ്രാഹിം ഹായ്. നിഖിൽ ഹാർട്ട്. ദീപു, അജു, സ്നേഹ, അജു, ദീപ്, ഓക്കെ. റാസു, ഓക്കെ. പ്രജിത്ത് ചർച്ച് ലാൻഡ് ഹായ്. ആൻസി ഹായ് പ്രജിത്ത്. വർഷ പ്രസാദ്, കുറച്ച് പതുക്കെ, ഓക്കെ, അത് ഞാൻ കണ്ടതാ. മജീഷ്യൻ ജോബിലാൽ, വിജീഷ് ഹരി, വീഡിയോസ് കാണാറുണ്ട്. താങ്ക് യു വിജീഷ്. ഷീബ നന്ദു മുത്തേ, യു ലുക്ക് ലൈക്ക് സിതാര ചേച്ചി. വർഷപ്രസാദ്, താങ്ക് യു സോ മച്ച്. കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ, അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ഷീബ, റിയാസ് ഹായ്. റിയാസ് ഹായ്. നന്ദനൻ ഹായ്. റിജാസ്, ഓക്കെ. ഇത്രയൊക്കെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ആശാം പുലിയാണ്. അമൽ രാമകൃഷ്ണൻ, താങ്ക്സ്. ലിബിൻ വർഗീസ്, ഞാനിപ്പോഴാണ് കേട്ട് തുടങ്ങിയത്. ലിജു നാരായണ, യൂട്യൂബ് പ്രൊമോഷൻ ആണോ എന്നല്ലേ? യൂട്യൂബ് പ്രൊമോഷൻ അല്ല, കൺസെന്റിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇനി പ്രൊമോഷനായിട്ട് വേണമെന്ന് എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ.
അശ്വിൻ ജീത്ത് താങ്ക് യു. വാനിൻ്റെ പടം കണ്ടിരുന്നു, അത് സൂപ്പറായിരുന്നു. ഐ റെസ്പെക്ട് ദ ആർട്ടിസ്റ്റ് ഇൻ യു. അനൂപ്. ആക്ച്വലി അത് ഞാൻ വളരെ തുടക്കമാണ്, പടം വരയ്ക്കാനൊന്നും അത്രയില്ല, പെൻ വെച്ചിട്ട് വരച്ചതാണ്. അപ്പോൾ വേറൊന്നും ഇല്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ ഡോണ്ട് സീ എനി കമൻസ് കമ്മിങ് അപ്പ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും കൺസെൻറ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജാടയില്ലെങ്കിൽ ഒരു ഹായ് തരുമോ? ജുനൈദ് ഹായ്. ജുനൈദ്, എനിക്ക് വയ്യ, ചിരിപ്പിക്കല്ലേ. പ്രശാന്ത് ഹായ്. റിഷാദ് ഹായ്. കുറച്ചുകൂടി കാര്യങ്ങൾ പറയുമെന്ന് കരുതി. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. കൺസെന്റിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ എനിക്ക് പറയാൻ റെഡിയാണ്. നിങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്, ഈ കൺസെന്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സമ്മതം. നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സമ്മതം. ഒരാളുടെ സമ്മതമില്ലാതെ നമ്മളൊന്നും ചെയ്യരുത്. മറ്റൊരാൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ വേറൊരാളെ ശരീരത്തിൽ തൊടുക, അതിന്റെ കയ്യിൽ പിടിച്ചോട്ടെ. ഇപ്പൊ ഗേൾ ഫ്രണ്ടിന്റെ തന്നെ കയ്യിൽ പിടിക്കണമെങ്കിൽ അത് ഒബ്വിയസ്ലി അവർ സമ്മതം തന്നിട്ടുള്ളവരുകൊണ്ടാണ് അവർ കൈ പിടിക്കുന്നത്. അത്ര സിമ്പിളാണ്. ഇപ്പോൾ വഴിയെ പോകേണ്ട ഒരാളെ എൻ്റെ കൈ കയറി പിടിക്കത്തില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പെർമിഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കയറി പിടിക്കും എന്ന് കരുതി എല്ലാവരും എൻ്റെ കൈ കയറി പിടിക്കത്തില്ല. എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ എൻ്റെ കൈ പിടിക്കും. അതുപോലെ വളരെ സിമ്പിളാണ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം വാങ്ങുക. സമ്മതമില്ലാതെ വേറൊരാളെ ടച്ച് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കില്ല. വേറൊരാളുടെ ബോഡി പാർട്ടാണ്, അയാളുടെ പ്രൈവറ്റ് പാർട്ടാണ്. അത് കൈ ആയാൽ പോലും പ്രൈവറ്റ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ കൺസെന്റ്, ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് 18 വയസ്സ് വരാത്തവർക്ക് കൺസെന്റിനെ പറ്റി സംസാരിക്കാൻ കഴിയില്ല. ജുനൈദിന് വീണ്ടും ഹായ്. റഫീഖ് ഹായ്. മുഹമ്മദ് അലി ഹായ്. റോഷൻ, രാഗേഷ്, ഡോക്ടർ ചക്രവർത്തി, എല്ലാവർക്കും ഹായ്. അപ്പോൾ വേറൊന്നും ഇല്ലല്ലോ, ഞാൻ പോട്ടെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. ഹാപ്പി ന്യൂ ഇയർ.